ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ നമ്മളുള്ളത് എന്താ പറയുക, കുറേ ഓർമ്മകളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് പഠിച്ച സ്കൂളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിലും കൂടെ ഒന്ന് വരാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് കുട്ടികളൊക്കെ പോയിട്ടോ, ഞാൻ നേരത്തെ വന്നില്ല. എനിക്ക് ചെറിയൊരു ചമ്മൽ കാരണം ഞാൻ നേരത്തെ വന്നില്ല. ഇപ്പോൾ കുട്ടികളെല്ലാവരും പോയി, ഇവിടെ ആരുമില്ല. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് മെയിൻ ബിൽഡിങ്ങിലാണ്. ഇത് ആദ്യമുള്ള ബിൽഡിങ്ങാണ്, എത്രയോ മുമ്പേ ഉള്ള, നമ്മൾ പഠിക്കുന്നതിന് കുറേ മുന്നേ ഉള്ളതാണ്. ഇപ്പം ഇവിടെ കുറേ ബിൽഡിങ്ങൊക്കെ വേറെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് പഴയ ബിൽഡിങ്ങാണ്. ഞാൻ ആദ്യമായിട്ട് പഠിച്ച ക്ലാസ്സിലേക്കാണ് ഞാൻ പോകുന്നത്. പക്ഷെ തുറന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇതാണ് ഞാൻ ഫസ്റ്റ് പഠിച്ച ക്ലാസ്. തുറന്നിട്ടൊന്നുമില്ല. ഇത്തിരി നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ തുറന്ന് കാണാമായിരുന്നു. കുട്ടികളും സാറിന് ഞാൻ പഠിച്ചപ്പോഴുള്ള മാഷുമാരും ടീച്ചറൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. 1-2 പേരെ ഉണ്ടാവുള്ളൂ, ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ പുതിയുള്ളവരൊന്നും വന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ വരാണ്ടെന്ന്. എന്തായാലും നമുക്ക് എന്തായാലും സ്കൂളൊന്ന് ചുറ്റി കാണാം. കുറേയൊന്നും കാണാനൊന്നും ഇല്ല കേട്ടോ. ഇതൊരു സാധാരണ ഗവൺമെൻറ് സ്കൂളാണ്. പക്ഷേങ്കിൽ ഒത്തിരി പേരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഗവൺമെൻറ് സ്കൂളിലൊക്കെ കുട്ടികൾ കുറവാണെന്നൊക്കെ പറയുന്നത്. പക്ഷേങ്കിൽ ഇവിടെ നന്നായിട്ട് കുട്ടികളുണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോൾ അധികം വലിയ എന്താ പറയുക, ഇത്ര അഡ്വാൻസ് ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ ആണെങ്കിൽ ഓരോ ക്ലാസ്സിലും വാഷ് ബേസിനും അങ്ങനെ ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയിലൊക്കെ ആയിരുന്നു. ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല. സിമെൻ്റ് ഇട്ട ക്ലാസ്സും പിന്നെ മണ്ണൊക്കെ ഉള്ള ക്ലാസ്സൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നന്നായിട്ട് ഡെവലപ്പായിട്ടുണ്ട്. നമുക്കെന്തായാലും കണ്ടു വെക്കാം. പിന്നെ നമ്മൾ ഇൻ്റർവെൽ സമയം, അതായത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലൊക്കെ നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അത് നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ നമ്മളിവിടുന്ന് പോകുന്നത് വരെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ പണ്ടത്തെ കക്ക് കളിയും അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് സ്ഥലമുണ്ട്. ഇവിടുത്തെ മാവിൻ ചുവട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ആയിരുന്നു നമ്മളെ പ്രധാന സ്ഥലം എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ വന്നിരുന്നു നമ്മൾ ഇവിടുന്നൊക്കെ ഇങ്ങനെ കക്ക് കളി അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ പുതിയ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഇവിടെ സ്ഥലങ്ങളൊന്നുമില്ല. ഇവിടെയായിരുന്നു നമ്മളെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടുന്നായിരുന്നു നമ്മൾ കളിക്കുകയും അതേപോലെ സൈക്കിളൊക്കെ പഠിച്ചത് ഇവിടുന്നായിരുന്നു. എൻ്റെ ബേക്കിൽ കാണുന്ന ബ്ലോക്കില്ലേ, ഇത് ഞാൻ 5, 6, 7 സ്റ്റാൻഡേർഡിലൊക്കെ ഈ ഒരു ബ്ലോക്കിലാണ് പഠിച്ചത്. ആ തെറ്റത്ത് കാണുന്നില്ലേ, അതാണ് ഞാൻ ലാസ്റ്റ് പഠിച്ച ക്ലാസ്സാണ്. 7th സ്റ്റാൻഡേർഡ് അതായിരുന്നു. പിന്നെ ഇത് കാണുന്നുണ്ടല്ലോ, ഇത് ക്ലാസ്സായിട്ട് അങ്ങനെ ഇത് പിന്നെ മെയിനായിട്ട് പറയാൻ വെച്ചാൽ സ്റ്റേജാണ് ഇവിടുത്തത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളോ അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് സ്റ്റേജ് ഉള്ളത്. അവിടെ നിന്നാണ് പരിപാടി നടത്തുന്നത്. അതേപോലെ ഇതിൻ്റെ തൊട്ട് ബേക്കിൽ കാണുന്നുണ്ടല്ലോ, ഇത് വാട്ടർ ടാങ്ക്, അതെല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നില്ലേ, അവിടെ വെച്ചിട്ടാണ് നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത്, എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കയറി നമ്മൾ ഇവിടെ വന്ന് വേഗം ഈ സ്റ്റേജിലോട്ട് കയറും. അങ്ങനെയായിരുന്നു പതിവ്. ഇപ്പം മാറിയിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാനിങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ ആയി. പിന്നെ നല്ലൊരു ഫീലായിട്ടോ അവിടെ വരുമ്പോൾ. നമുക്ക് പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അന്നപ്പോഴൊക്കെ എനിക്ക് കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ഒരു കുട്ടിയുണ്ട് എൻ്റെ കൂടെ, ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്താ പറയുക, നമുക്ക് കിട്ടാത്ത കുറേ കാലങ്ങളല്ലേ, അത് ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്രൗണ്ട് കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മളെ UP വിഭാഗത്തിലേക്കുള്ള പിന്നെ ഇതൊക്കെ എന്താ പറയുക, സ്പോർട്സ് ഐറ്റംസിൻ്റെ മത്സരങ്ങളൊക്കെ ഉള്ളത്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ മാവൊക്കെ, അവിടെ നിന്നാണ് LP കുട്ടികളെ പിന്നെ മത്സരങ്ങളൊക്കെ ഉണ്ടാവുക. ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടോ നന്നായിട്ട് പിന്നെ ഇത് എന്താ പറയുക, റണ്ണിങ് റേസും അതൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ എൻ്റെ ബേക്ക് കാണുന്നില്ലേ ഈ ഒരു ബ്ലോക്ക്, അതിപ്പോൾ പുതുതായിട്ട് വന്നതാണ്. ഞങ്ങൾ പഠിക്കുമ്പോൾ സെക്കൻഡ് ഫ്ലോർ അല്ല, ഫസ്റ്റ് ഫ്ലോർ വരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് മുഴുവനായിട്ടൊന്നും പഠിക്കാൻ പറ്റില്ല. കുറച്ച് നമ്മൾ ക്ലാസ് ചേഞ്ച് ചെയ്തിരുത്തുമ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അല്ലാണ്ടൊന്നും ബ്ലോക്കിലേക്ക് നമ്മൾ പോയിട്ടില്ലായിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടോ,
ഈ ഒരു സ്ഥലത്ത് ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഓലയിട്ട പിന്നെ കുറേ ക്ലാസ്സുകളായിരുന്നു, മണ്ണിൻ്റെയൊക്കെ പിന്നെ ഫ്ലോറൊക്കെ ആയിട്ട്. പക്ഷെ അതൊക്കെ പിന്നെ പൊളിച്ച് ഗ്രൗണ്ട് വലുതാക്കി. ഇപ്പോൾ ഗ്രൗണ്ട് നല്ല വിസ്താരത്തിലായിട്ടുണ്ട് കണ്ടോ. ആ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് പുതിയ ബ്ലോക്കാണ്. എത്ര നിലയിനാടാ? 3 ഫ്ലോർ ഉണ്ട് ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ പുതിയതായിട്ട് പിന്നെ 8, 9, 10 സ്റ്റാൻഡേർഡും കൂടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹയർ സെക്കൻഡറിയും കൂടെ ഇവിടെ തുടങ്ങണമെന്ന് ഇപ്പോൾ പറയുന്നുണ്ട്. തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അത്ര കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് പുതിയ ബ്ലോക്കും കൂടെ ഇപ്പോൾ തുടങ്ങിയത്. ഞങ്ങൾ പഠിക്കുന്നതിനേക്കാളും കുറേ അഡ്വാൻസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാണുമ്പോൾ നമുക്കൊന്നും കിട്ടിയിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് കേട്ടോ പുതിയ ബ്ലോക്ക്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത്. ഇപ്പോഴത്തെ ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും ഒക്കെ ഇവിടെയാണ്. ഞാൻ നേരത്തെ കാണിച്ചതൊക്കെ ഇപ്പോൾ അടച്ചിട്ടിട്ടുള്ളത്. ഇപ്പം ഇവിടെയേ ഉള്ളൂ. ഇവിടെയാണ് ഓഫീസും കാര്യങ്ങളൊക്കെ. പണ്ട് അവിടെയായിരുന്നു ഓഫീസ്, ഫസ്റ്റ് കാണിച്ചില്ലേ. അപ്പോൾ അവിടെ ഒന്നുമില്ല, അവിടെ അടച്ചിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഓഫീസ്. അപ്പം ഇത് ഇങ്ങനെ തന്നെ. പിന്നെ ഒരു സെയിം ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ക്ലാസ് നടക്കുന്നത് ഇവിടെ തന്നെ. നമ്മൾ പഠിക്കുമ്പോൾ അതെ, ഇപ്പോഴും അതെ ഒരു റൂമിൽ തന്നെയാണ് കമ്പ്യൂട്ടർ ക്ലാസ് ഉള്ളത്. നമ്മളിതിലൂടെ തന്നെ പഴയ ബിൽഡിങ്ങിലേക്ക് പോവാം കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മളൊക്കെ ഇതിലൂടെ പോകുമായിരുന്നു. കണ്ടോ, എൻ്റെ പുറകിലൊരു ബാത്റൂം ഇല്ലടാ. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിലും കയറാൻ പറ്റില്ല. നമുക്ക് എല്ലാ ക്ലാസ്സിലും ലോക്കാണ്. നമ്മുടെ പണ്ടത്തെ ക്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും കയറിച്ചില്ലായിരുന്നു. അപ്പോൾ അതിലൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു മതിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയല്ല, ഇപ്പോൾ എല്ലാത്തിനും ലോക്ക് വെച്ചിട്ടുണ്ട്. ക്ലാസ്സിലേക്കൊന്നും കയറാനൊന്നും പറ്റില്ല. പിന്നെ ഇവിടുത്തെ ബെഞ്ചും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പണ്ടതൊക്കെ വെറും തടി മാത്രമായിരുന്നു. ഇപ്പം അതിൻ്റെ എന്തൊക്കെ മെറ്റലൊക്കെ വെച്ചിട്ടുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കളിക്കാനൊക്കെ കുട്ടികളൊക്കെ വരുവേ. അപ്പോൾ എന്താ അവരിങ്ങനെ നശിപ്പിച്ചാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. വാഷ് ബേസിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, ആയിരിക്കണം. ഇവിടുന്ന് ചോറുണ്ടായി തരിക ഇവിടുന്നല്ലേ. ഇതാണ് കേട്ടോ മെയിനായിട്ടുള്ള നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. കാണിച്ചു തരണോ? കണ്ടോ, ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നു. ഇപ്പോൾ അവിടെ തന്നെ കേട്ടോ നന്നായിട്ട് പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടില്ലേ. കണ്ടോ, നമ്മളിവിടെ വന്നിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് ഓരോ ക്ലാസ്സിലേക്ക് എടുത്തുകൊണ്ട് വരികയും ചെയ്യാം. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ക്യൂ നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലോക്ക്. കണ്ടോ, ഇതാണ് ഞാൻ പഠിച്ച 7th സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ വെച്ചായിരുന്നു എൻ്റെ 7ാം ക്ലാസ് പഠനം. കണ്ടോ, നമ്മളെ ഈ ഫ്രണ്ടിൽ തന്നെ കാണുന്നത് എന്താണെന്ന് അറിയാമോ? HMൻ്റെ റൂമാണ് കേട്ടോ. ഇതാണ് HMൻ്റെ റൂം. ഇത് ടീച്ചേഴ്സിൻ്റെ റൂമായിരുന്നു. ഇപ്പോൾ
എവിടെയല്ല കേട്ടോ, ഇപ്പം പുതിയ ബ്ലോക്കിലേക്ക് മാറി. ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കണ്ടോ? അപ്പോൾ എത്രത്തോളം നമ്മൾ പേടിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അന്നപ്പോൾ തന്നെ അറിയാമല്ലോ. നമ്മളെ ക്ലാസ് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇതാണ് ഈ കാണുന്നതാണ് നമ്മളെ ക്ലാസ്. ഇതിൻ്റെ നേരെ താഴത്ത് കാണുന്നത് കണ്ടോ, ഇതാണ് HMൻ്റെ റൂം, ഇത് ടീച്ചേഴ്സിൻ്റെ റൂം, അങ്ങനെ. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് കാണും. അപ്പോൾ നമ്മുടെ ഒരു അവസ്ഥകളൊന്നും ആലോചിച്ചത്, സൗണ്ടും കാര്യങ്ങളും പറ്റില്ല, ഒഴിവുണ്ടോ നോക്കി പെട്ടെന്ന് തന്നെ ടീച്ചേഴ്സ് വരും. ഇവിടെ അങ്ങനെ ബെഞ്ചും കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. എന്തായാലും ഇതായിരുന്നു നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതാണ് ക്ലാസ്സുകൾ. കണ്ടോ? ഫോണും കാര്യം എൻ്റെ ഉള്ളിൽ വീണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ആ കാണുന്ന റൂമിൽ നമ്മൾ മേക്കപ്പ് ചെയ്യും, എന്നിട്ട് അതിലൂടെ തന്നെ വന്നിട്ട് നമ്മൾ സ്റ്റേജിലേക്ക് കയറും. അങ്ങനെയായിരുന്നു പതിവ്. ഇപ്പം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇത് ഈ ഒരു റൂമൊന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ആർക്കറിയാം. പിന്നെ ഇതാണ്ടോ, ഇങ്ങനെ ഡയറക്റ്റ് സ്റ്റേജിലേക്ക് ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ കാണുന്ന ഇതിൻ്റെ മുകളിൽ ഒരു കർട്ടൻ തൂക്കിയിട്ട് മറയ്ക്കും. അപ്പോൾ പിന്നെ ഫ്രണ്ടിലേക്ക് കാണൂലല്ലോ നമ്മളെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിലൂടെ അങ്ങോട്ടേക്കും ഗ്രൗണ്ടിലേക്കും പോകാനുള്ള വഴിയാണ്. ഇവിടെ കുട്ടികൾ കളിക്കാൻ വരുന്നുണ്ട്, ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബഹളമൊക്കെയാണ് കേൾക്കുന്നത്. പെണ്ണ കണ്ടില്ലേ ഇരിക്കുന്നത്, അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതിനോട് ജോയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോക്കി ഒന്നുമില്ല. പിന്നെ ഇവിടെ നിന്നൊക്കെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ തന്നെ റൗണ്ട് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ തന്നെ നമ്മൾ അവിടെ വരെയാണ് സൈക്കിൾ ഓടിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ഫസ്റ്റ് ക്ലാസ് എനിക്ക് വല്ലാത്ത നൊസ്റ്റാൾജിയ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെയായിരുന്നു കേട്ടോ നമ്മൾ അസംബ്ലിയും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന. കണ്ടോ, നമ്മുടെ ആഗസ്റ്റ് 15-ന് ഫ്ലാഗ് വെച്ച സ്ഥലമൊക്കെയാണ് കണ്ടോ. പിന്നെ നമ്മൾ രാവിലെ അസംബ്ലി ഉണ്ടാകുന്ന സമയത്ത് പ്രയറൊക്കെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു പ്രയറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ ടൈം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ നിന്നിട്ട് അവിടെയും ഇവിടെയൊക്കെ പോയി ഓരോന്ന് ഷൂട്ട് ചെയ്തില്ലേ, കുറേ സമയമായി വന്നിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മളവർക്കൊരു ഡിസ്റ്റർബൻസ് ആകുന്നില്ല. പിന്നെന്താ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ. ഞാൻ ഇതുവരെ ഇപ്പോൾ എത്രയോ വർഷമായി ഞാനിവിടെ വരാത്തത്. പിന്നെ നമ്മളെ അങ്ങനെ അങ്ങനെ ഒരു വരുന്ന സ്ഥലമൊന്നുമല്ല. എപ്പോഴും കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതിനുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരലുമില്ല. എന്തായാലും ശരി, ഞാനിപ്പോൾ വന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പഠിച്ച സ്ഥലങ്ങളും പഴയ കാലങ്ങൾ ഓർമ്മകളൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ്. എന്തായാലും ഞാനിപ്പോൾ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നില്ല. ഇനിയും ഇങ്ങനെ എന്താ പറയുക, പറഞ്ഞുകൊണ്ടിരുന്ന കുറേ നേരം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനിയൊന്നും പറയുന്നില്ല, നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.